90 മിനിറ്റിൽ അവസാനിക്കുന്ന മത്സരങ്ങളുണ്ട്. തലമുറകൾ കഴിഞ്ഞിട്ടും അവസാനിക്കാത്ത പോരാട്ടങ്ങളുണ്ട്. ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള വൈര്യം രണ്ടാമത്തേതാണ്. ഇവിടെ പന്തിനൊപ്പം ഉരുളുന്നത് ചരിത്രവും ദേശീയാഭിമാനവും മായാത്ത ഓർമ്മകളുമാണ്. ഈ വൈര്യത്തിന്റെ തുടക്കം പിച്ചിലല്ല, 1982 ഫോക്ലാൻഡ് യുദ്ധത്തിലായിരുന്നു. ദ്വീപുകളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി അർജന്റീനയും ബ്രിട്ടനും തമ്മിൽ 74 ദിവസം നീണ്ട യുദ്ധം നടന്നു. യുദ്ധത്തിൽ 649 അർജന്റീനിയൻ സൈനികർ ജീവൻ നഷ്ടപ്പെടുത്തി. അവരിൽ പലരും 18-19 വയസ്സുള്ള ചെറുപ്പക്കാരായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിലും രാഷ്ട്രീയ അസ്ഥിരതയിലുമായിരുന്ന രാജ്യത്തിന് ആ പരാജയം ഒരു ദേശീയ മുറിവായി മാറി. സൈനിക ഭരണകൂടം തകർന്നു. രാജ്യം വീണ്ടും ജനാധിപത്യത്തിലേക്ക് മടങ്ങി. പക്ഷേ ജനങ്ങളുടെ മനസ്സിലെ മുറിവ് അങ്ങനെ മാഞ്ഞില്ലായിരുന്നു. അങ്ങനെ 4 വർഷങ്ങൾക്ക് ശേഷം 1986 മെക്സിക്കോ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ വിധി വീണ്ടും ഇംഗ്ലണ്ടിനെയും അർജന്റീനയെയും നേർക്കുനേർ നിരത്തി. അത് ഫൈനലായിരുന്നില്ല, പക്ഷേ ലോകം മുഴുവൻ ഫൈനലിന്റെ തീവ്രതയോടെ കണ്ട ഒരു മത്സരമായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ ഒരു അസാധാരണ വികാര തീവ്രത ഉണ്ടായിരുന്നു. മറഡോണയുടെ ആ മത്സരത്തിൽ പിറന്ന ദൈവത്തിന്റെ കൈയും പിന്നീട് ഗോൾ ഓഫ് ദ സെഞ്ചുറിയും ഫുട്ബോൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. 5 ഇംഗ്ലീഷ് താരങ്ങളെയും ഗോൾ കീപ്പറെയും മറികടന്ന് നേടിയ ആ നൂറ്റാണ്ടിന്റെ ഗോൾ ഒരു ഫുട്ബോൾ മാജിക് മാത്രമായിരുന്നില്ല. അനേകം അർജന്റീന ആരാധകരുടെ മനസ്സിൽ വർഷങ്ങളായി കത്തിക്കിടക്കുന്ന വേദനയുടെ പൊട്ടിത്തെറിയായിരുന്നു. പിന്നീട് മറഡോണ പറഞ്ഞ വാക്കുകൾ അതിന്റെ വികാരം വ്യക്തമാക്കുന്നു. ഞങ്ങൾ തോൽപ്പിച്ചത് ഒരു ടീമിനെയല്ല, ഒരു രാജ്യത്തെയായിരുന്നു. എന്നാൽ ഈ കഥ 1986 തുടങ്ങിയതല്ല. 1966 ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന നായകൻ ആന്റോണിയോ റാറ്റിനെ വിവാദ റെഡ് കാർഡ് കാട്ടിയതും ഇംഗ്ലണ്ടിന്റെ ജയവും അർജന്റീനയിൽ നിന്നും ഫുട്ബോൾ അനീതിയുടെ ഓർമ്മയായി പറയപ്പെടുന്നു. 1986 ശേഷം പിന്നീട് അവർ 1998 ലോകകപ്പിൽ വീണ്ടും ഏറ്റുമുട്ടി. ബെക്കാമിന്റെ റെഡ് കാർഡും പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീനയുടെ ജയവും ഈ വൈര്യത്തെ കൂടുതൽ ശക്തമാക്കി. 2002 ലോകകപ്പിൽ ബെക്കാം നേടിയ പെനാൽറ്റിയിലൂടെ ഇംഗ്ലണ്ട് ഇതിന് പ്രതികാരം ചെയ്തു. അതിനുശേഷം 24 വർഷം ഇന്നേ വരെ അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുനേർ വന്നിട്ടില്ല. പല രാജ്യങ്ങളുമായും ഇരു ടീമുകളും പലപ്പോഴും ഫ്രണ്ട്ലി മാച്ചുകൾ കളിക്കാറുണ്ടെങ്കിൽ പോലും ഇരു ടീമുകളും ഇന്നേ വരെ ഫ്രണ്ട്ലി മാച്ചുകൾ പോലും കളിച്ചില്ലായിരുന്നു. ലോകകപ്പ് വേദിയിലും ഈ 2 ഫുട്ബോൾ ശക്തികൾ വീണ്ടൊരിക്കൽ കൂടി കണ്ടുമുട്ടിയില്ലായിരുന്നു. ഇപ്പോൾ ചരിത്രം വീണ്ടും വാതിൽ തുറക്കുകയാണ്. മറ്റൊരു പ്രത്യേകതയുണ്ട്. ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായ ലയണൽ മെസ്സി തൻ്റെ സീനിയർ കരിയറിൽ ആദ്യമായാണ് ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ ഒരുങ്ങുന്നത്. ഇതുവരെ ഒഫീഷ്യൽ മത്സരത്തിലും സൗഹൃദ മത്സരത്തിലും അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിനെ നേരിടേണ്ടി വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സെമി ഫൈനൽ മെസ്സിയുടെ വ്യക്തിപരമായ ചരിത്രത്തിലും ഒരു പുതിയ അധ്യായമാണ്. അർജന്റീനയെയും അവരുടെ ദേശീയതയും സംബന്ധിച്ച് ലോകകപ്പ് വിജയത്തേക്കാൾ പ്രധാനമുള്ളതായിരിക്കും ഇംഗ്ലണ്ടിനെതിരെയുള്ള ഈ വിജയം. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെ നേരിടാൻ അർജന്റീനയ്ക്ക് പ്രത്യേക ടാക്ടിക്സോ മറ്റു പ്രവചനങ്ങളോ ആവശ്യമില്ല. 1982 യുദ്ധത്തിന്റെ മുറിവുകളും ദേശീയതക്കേറ്റ മുറിവുകളുടെ ഓർമ്മകളും മാത്രം മതി ഓരോ അർജന്റീന താരത്തെയും യുദ്ധഭൂമിയിലെ വീറുറ്റ പോരാളികളാക്കി മാറ്റാൻ. തലമുറകളായി കൈമാറിയ ഓർമ്മകൾ, 1982 മുറിവുകൾ, 1986 മറഡോണയുടെ മാജിക്, നീലയും വെള്ളയും ജെയ്സി അണിയുന്ന ഓരോ താരത്തിൻ്റെയും ഉള്ളിൽ അതെല്ലാം ഇന്നും ജീവനോടെയുണ്ട്. അതുകൊണ്ടാണ് ഈ അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരം വെറുമൊരു ഫുട്ബോൾ മത്സരമല്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ചരിത്രം വീണ്ടും എഴുതപ്പെടുന്ന ഒരു രാത്രിയാണ്. സ്റ്റേഡിയത്തിൽ കേൾക്കുന്നത് ആരാധകരുടെ ആർപ്പുവിളികളായിരിക്കും, പക്ഷേ അതിനു പിന്നിൽ മുഴങ്ങുന്നത് പതിറ്റാണ്ടുകളുടെ ഓർമ്മകളാണ്. ഓരോ പാസും ഓരോ ടച്ചും ഓരോ ടാക്കിളും ഓരോ ഫൗളും ഓരോ ഗോളും ഒരു സാധാരണ ഫുട്ബോൾ മുഹൂർത്തമാകില്ല. കാരണം ചില മത്സരങ്ങൾ സ്കോർ ബോർഡിൽ അവസാനിക്കില്ല, അവ ചരിത്ര പുസ്തകങ്ങളിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുക. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ, കേപ്പ് വെർഡെ, ഈജിപ്ത്, സ്വിറ്റ്സർലാൻഡ് ഗ്രൂപ്പ് ഘട്ടം മുതൽ സെമി ഫൈനലിൽ എത്തുന്നതുവരെ അർജന്റീനയെ ഡോമിനേറ്റ് ചെയ്ത് കളിക്കാൻ പാകത്തിനുള്ള ഒരു ടീമുകളും എതിരെ വന്നിട്ടില്ലായിരുന്നു. അർജന്റീനയുടെ സ്കോർ ഡെപ്തിനെയോ സംഘബലത്തെയോ വില കുറിച്ച് കാണുന്നില്ല. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, സ്പെയിൻ എന്നിവരെ എടുത്തു നോക്കിയാൽ
താരതമ്യേന ദുർബലരായിരുന്നു അർജന്റീനക്ക് എതിരാളികൾ. അതുകൊണ്ട് തന്നെ ടീമിന്റെ ഘടനശക്തി പ്രാപിക്കാൻ അർജന്റീനക്ക് സാധിച്ചില്ലായിരുന്നു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മാത്രമാണ് അവരുടെ ടാക്ടിക്സിലെ ബലഹീനത എന്തെന്ന് അല്പമെങ്കിലും കാണാനായത്. സെമി ഫൈനലിന് ടീം ഒരുക്കുമ്പോൾ സ്കലോണി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അതുതന്നെയാകും. തോമസ് തുഷേലിന്റെ ഇംഗ്ലണ്ട് ഡീസന്റ് ഗെയിമിന്റെ ആളുകളല്ല. ഫിസിക്കലി കളിക്കേണ്ടിടത്ത് അങ്ങനെയും ഹോൾഡ് ചെയ്ത് കളിക്കേണ്ടിടത്ത് അത്തരത്തിലും തന്ത്രങ്ങൾ മാറ്റാൻ കഴിവുള്ളവരാണവർ. മുൻകാലങ്ങളിൽ ഇംഗ്ലണ്ട് ടീമുകൾക്ക് പലപ്പോഴും നഷ്ടമായിരുന്ന മാനസിക കരുത്തും കളി ജയിക്കാനുള്ള കടുത്ത ആഗ്രഹവുമാണ് ഇത്തവണ തോമസ് തുഷേലിന്റെ കീഴിൽ ഈ ടീമിന്റെ പ്രധാന ഹൈലൈറ്റ്. ഒരു പ്രത്യേക ഫോർമേഷനിൽ മാത്രം വിശ്വസിക്കാതെ എതിരാളികളുടെ ബലഹീനതകൾ കൃത്യമായി പഠിച്ച് അതിനനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റുന്നത് തുഷേലിന്റെ പ്രധാന ശൈലിയാണ്. പന്ത് നഷ്ടപ്പെട്ടാൽ 3 മുതൽ 5 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് തിരിച്ചു പിടിക്കാൻ കടുത്ത പ്രസ്സിംഗ് നടത്തും. അതിന് സാധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രതിരോധ ബ്ലോക്ക് രൂപീകരിച്ച് പിൻവാങ്ങും. ഇത് അർജന്റീന പോലെ കൗണ്ടർ അറ്റാക്ക് നടത്തുന്ന ടീമുകൾക്കെതിരെ ഇംഗ്ലണ്ടിന് വലിയ സുരക്ഷ നൽകും. മൈതാനത്തിന്റെ ഒരു വശത്ത് കൂടുതൽ കളിക്കാരെ വിന്യസിച്ച് എതിരാളികളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ പന്ത് മറുഭാഗത്തുള്ള വിങ്ങർമാർക്കോ വിങ് ബാക്കിനോ സ്വിച്ച് ചെയ്യുന്നു. ഇംഗ്ലണ്ട് ടീമിൽ സാക്കയും ഗോർഡനും എന്നിവരെ ഉപയോഗിച്ച് തുഷേൽ ഈ തന്ത്രം മികച്ച രീതിയിൽ നടപ്പാക്കുന്നുണ്ട്. അർജന്റീനയുടെ കാര്യത്തിലേക്ക് വരാം. റോഡ്രിഗോ ഡിപോൾ, അലക്സിസ് മാക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ് എന്നിവരടങ്ങുന്ന മധ്യനിരയാണ് അവരുടെ എഞ്ചിൻ. മെസ്സിക്ക് മൈതാനത്ത് എവിടെയും സ്വതന്ത്രമായി വിഹരിക്കാൻ അവസരമൊരുക്കി. അദ്ദേഹത്തിന്റെ ഊർജം സംരക്ഷിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ജോലി. മെസ്സി ഒഴിഞ്ഞ സ്പേസിലേക്ക് പന്തുമായി കുതിക്കുമ്പോൾ ഈ മധ്യനിര പിന്നിൽ കോട്ട കെട്ടും. എത്രയൊക്കെ മികച്ച യുവനിരയുണ്ടെങ്കിലും കളി നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോഴും മെസ്സിയുടെ മാന്ത്രികതയെ തന്നെയാണ് അർജന്റീന ആശ്രയിക്കുന്നത്. ഈ ലോകകപ്പിലെ വലിയ ചാൻസുകളും അസിസ്റ്റുകളും സൃഷ്ടിച്ചത് മെസ്സി തന്നെയാണ്. ഇംഗ്ലണ്ട് പോലുള്ള കായികക്ഷമതയേറിയ ടീം മെസ്സിയെ ടാക്ടിക്കൽ മാർക്കിങ്ങിലൂടെ പൂട്ടിയാൽ അർജന്റീനയുടെ അറ്റാക്കിംഗ് താളം ആകെ തെറ്റും. കളി നിയന്ത്രണത്തിലാക്കിയ ശേഷം പെട്ടെന്ന് ശ്രദ്ധ തിരിക്കുന്ന ഒരു ശീലം അർജന്റീനക്കുണ്ട്. ഈ ലോകകപ്പിൽ കെവേഡെ, സ്വിറ്റ്സർലാൻഡ്, ഈജിപ്ത് എന്നിവർക്കെതിരെ ഇത് കണ്ടതാണ്. ഏഞ്ചൽ ഡീമരിയയുടെ വിരമിക്കലിന് ശേഷം അർജന്റീനക്ക് മൈതാനത്തിന്റെ വശങ്ങളിലൂടെ വേഗതയിൽ കുതിച്ചു കയറാൻ കെൽപ്പുള്ള ആധികാരിക വിങ്ങർമാരുടെ കുറവുണ്ട്. തിയാഗോ അൽമാഡയെപ്പോലുള്ളവർ വിങ്ങിൽ കളിക്കാറുണ്ടെങ്കിൽ പോലും അവർ മധ്യനിരയിലേക്ക് കയറി കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇത് പലപ്പോഴും കളിക്കാവശ്യമായ വീതി കുറയ്ക്കുകയും കളി മധ്യഭാഗത്ത് മാത്രം കേന്ദ്രീകരിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടതുപോലെ എതിരാളികളുടെ ബോക്സിന് മുന്നിൽ ലഭിക്കുന്ന അവസരങ്ങൾ പലപ്പോഴും ഗോളാക്കി മാറ്റാൻ അവർ വൈകുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡിനെതിരെ 10 പേരായിരുന്നിട്ടും അധിക സമയം വരെ കളി നീണ്ടത് ഇതിനുദാഹരണമാണ്. ഹാരി കെയ്നെ പോലെ ഒരൊറ്റ അവസരത്തിൽ നിന്ന് ഗോൾ നേടുന്ന ക്ലിനിക്കൽ ഫിനിഷർമാർക്കെതിരെ കളിക്കുമ്പോൾ ഈ പാഴാക്കലുകൾ വലിയ വില നൽകേണ്ടി വരും. എന്നിരുന്നാലും അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം കണ്ടറിയുക തന്നെ വേണം. കാത്തിരുന്ന് കാണാം.